Hello everyone, I am Gayatri. Today we are discussing about dialysis. ഇൻട്രൊഡക്ഷൻ. ശരീരത്തിലെ രണ്ട് കിഡ്നികളും ശരിയായി പ്രവർത്തിക്കാതെ വരുമ്പോൾ ബ്ലഡിൽ യൂറിയ, ക്രിയാറ്റിൻ പോലുള്ള നൈട്രജൻ വേസ്റ്റുകൾ പുറത്തേക്ക് പോകാതെ ബ്ലഡിൽ ഉണ്ടാവും. ഇത് ഫ്ലൂയിഡ് ബാലൻസ്, ഇലക്ട്രോലൈറ്റ്സ്, ബ്ലഡ് pHലൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള ചേഞ്ച് വരുത്തും. ഈ ഒരു കണ്ടീഷനിൽ ഡയാലിസിസ് ചെയ്താലേ ജീവൻ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഇനി രണ്ട് തരത്തിലുള്ള കിഡ്നി ഫെയിലിയേഴ്സ് ഉണ്ട്. അക്യൂട്ട് റീനൽ ഫെയിലിയർ ഉണ്ട്, ക്രോണിക് റീനൽ ഫെയിലിയർ ഉണ്ട്. അക്യൂട്ട് റീനൽ ഫെയിലിയർ ഒരു ടെമ്പററി ആയിട്ടാണ് ഉണ്ടാവുക. സഡൻ ലോസ് ഓഫ് ബ്ലഡ്, പോയ്സണിങ്, അക്യൂട്ട് നെഫ്രൈറ്റിസ് കാരണം ടെമ്പററി ആയിട്ട് കിഡ്നി പ്രവർത്തനം കുറയുന്നു. ഈ ഒരു സ്റ്റേജിൽ ഫിൽട്രേഷൻ 400 ml/day മാത്രമായി കുറഞ്ഞിരിക്കും. ഇനി ക്രോണിക് റീനൽ ഫെയിലിയർ, പെർമനൻറ്റ് ഡാമേജ് ഓഫ് നെഫ്രോൺസ് ഡ്യൂ ടു ദ ഗ്ലോമെറുലോനെഫ്രോസിസ്. ഗ്ലോമെറുലോനെഫ്രോസിസ് എന്ന് വെച്ചാൽ കിഡ്നിയിൽ ചെറിയ ഫിൽറ്റേഴ്സ് ആയിട്ടുള്ള ഗ്ലോമെറുലയ്ക്ക് ഉണ്ടാവുന്ന വീക്കം, കേടുപാടുകൾ എന്നിവ മൂലം ഗ്ലോമെറുലിൽ യൂറിനിൽ ബ്ലഡിൻ്റെയും പ്രോട്ടീൻ്റെയും അളവ് ഉണ്ടാവുന്നു. ഇത് ക്ഷീണം, വീക്കം, ഹൈ ബ്ലഡ് പ്രഷറിനൊക്കെ കാണാവുന്നു. പിന്നെ കൺജനൈറ്റൽ ഡിഫക്ട്സ്, TB, ഹൈപ്പർ ടെൻഷൻ ഒക്കെ കാരണം നെഫ്രോണുകൾ സ്ഥിരമായി ഡാമേജ് ആകുന്നു. ഈ ബോത്ത് കണ്ടീഷൻസും ബ്ലഡിൽ വേസ്റ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ട് യൂറീമിയ എന്ന കണ്ടീഷൻ ഉണ്ടാകുന്നു. നെക്സ്റ്റ് പറഞ്ഞത് വാട്ട് ഈസ് ഡയാലിസിസ്. ഡയാലിസിസ് എന്ന് വെച്ചാൽ സെമി പെർമേബിൾ മെംബ്രെയിൻ വഴി ബ്ലഡിൽ നിന്ന് വേസ്റ്റ് ഡിഫ്യൂഷൻ വഴി പുറത്തേക്ക് നീക്കം ചെയ്യുന്ന രീതിയാണ് ഡയാലിസിസ്. 1943 ഡോക്ടർ വില്യം കാൽഫസ് ആണ് ആദ്യമായി ആർട്ടിഫിഷ്യൽ കിഡ്നി ഹ്യൂമൻസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി 2 ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഉണ്ട്. ഹീമോഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും. ഹീമോഡയാലിസിസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡാണ്. ഇതിൽ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഒരു ഡയലൈസർ വഴി സിലിക്കോൺ മെംബ്രെയിനിലൂടെ കടത്തിവിടുന്നു. ഈ മെത്തേഡാണ് ഹീമോഡയാലിസിസ്. ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നത് ഒരു ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് എടുത്ത് ഹെപ്പാരിൻ പോലുള്ള ആൻറ്റികോയാലേറ്റ് മിക്സ് ചെയ്യുന്നു. ഹെപ്പാരിൻ എന്തിനാ മിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ ബ്ലഡ് കോട്ടാകാതെ ഇരിക്കാനാണ്. ഇനി ഈ ബ്ലഡ് ഡയലൈസർ എന്ന മെഷീനിൽ സെലോഫാൻ ട്യൂബിലൂടെ കടത്തിവിടുന്നു. ഈ ട്യൂബുകൾക്ക് ചുറ്റും ഡയലൈസിങ് ഫ്ലൂയിഡ് ഉണ്ടാവും. ബ്ലഡ് ട്യൂബിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിലുള്ള യൂറിയ പോലുള്ള നൈട്രജൻ വേസ്റ്റ് സെലോഫോൺ മെംബ്രെയിനിലൂടെ അടിച്ചടക്കപ്പെട്ട് പുറത്തുള്ള ഡയാലിസിസ് ദ്രാവകത്തിലേക്ക് കലരുന്നു. ഇവിടെ ഡിഫ്യൂഷൻ എന്ന മെത്തേഡാണ് നടക്കുന്നത്. ഇങ്ങനെ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള പ്യുവറായിട്ടുള്ള ബ്ലഡ് എന്ത് ചെയ്യും, ആവശ്യത്തിനുള്ള ടെമ്പറേച്ചർ കൊടുത്തിട്ട് വെയിനിലൂടെ തിരികെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഇങ്ങനെ ഈ ഒരു മെത്തേഡാണ് പ്രൊസീജിയറാണ് ഹീമോഡയാലിസിസിൽ നടക്കുന്നത്. നെക്സ്റ്റ് മെത്തേഡാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇത് കുറച്ചും കൂടിയും ഈസി മെത്തേഡാണ്. പേഷ്യൻറ്റിൻ്റെ വയറിലെ പെരിറ്റോണിയം ഒരു നാച്ചുറൽ ഡയാലിസിസ് മെംബ്രെയിനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പ്രൊസീജിയർ വരുന്നത് ഡയാലിസിസ് ഫ്ലൂയിഡ് നീഡിലോ വെച്ചിട്ട് ഉപയോഗിച്ച് അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ പ്രവേശിപ്പിക്കുന്നു. എന്നിട്ട് ബ്ലഡിലുള്ള യൂറിയ, പോയ്സണിങ് വേസ്റ്റൊക്കെ പെരിറ്റോണിയം വഴി ഡയാലിസിസ് ഫ്ലൂയിഡ് ഡിഫ്യൂഷൻ വഴി കടക്കും. എന്നിട്ട് കുറച്ച് മണിക്കൂറിന് ശേഷം ഈ വേസ്റ്റ് അടങ്ങിയിട്ടുള്ള ഫ്ലൂയിഡ് ഡ്രൈനേജ് ബാഗ് വഴി പുറത്തേക്ക് ഒഴുകുന്നു. ഈ ഒരു പ്രൊസീജിയറാണ് പെരിറ്റോണിയൽ ഡയാലിസിസിൽ നടക്കുന്നത്. ഇനി കൺക്ലൂഷൻ. Dialysis is a life-saving technique for patients with kidney failure. It helps remove toxic wastes, maintain fluid and salt balance, and support patients until kidney functions return or a kidney transplant is performed.
Hemodialysis and peritoneal dialysis remain the two major methods used worldwide.